നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഹണി റോസും നമ്മുടെ ബോച്ചയുമായുള്ള പ്രശ്നം. ഹണി റോസിനെ കുന്തി ദേവി എന്നൊക്കെ വിളിച്ചു അങ്ങനെ അപമാനിച്ചു എന്നും പറഞ്ഞ് ഭയങ്കര കേസ് കൊടുത്ത് ബോച്ച അറസ്റ്റിലായി. അപ്പൊ അതിന്റെ ഇതില് നമ്മുടെ മീഡിയക്കാർ മൊത്തത്തിൽ ഇറങ്ങിയേക്കുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോരോ ചോദ്യം ചോദിക്കുന്നു. അപ്പൊ അതിൽ വൺ ഇന്ത്യ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ നമ്മുടെ മാലതി പാർവതി എന്ന ആക്ട്രസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആള് പറയുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഈ മീഡിയക്കാര് തന്നെ ഓരോ ഇന്നോഗ്രേഷൻ പരിപാടിക്കും ഓരോ ഫംഗ്ഷന് വരുമ്പോൾ ഓരോ ആംഗിളില് ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇത് എക്സ്പോസ് ആയി അങ്ങനെ ഇതായിട്ട് കാണുന്നത്, അങ്ങനെ വൾഗറായിട്ട് തോന്നുന്നത് എന്ന് പറയുന്നു. അല്ലാതെ ഹണി റോസിന്റെ അക്കൗണ്ടില് ആള് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയൊന്നുമില്ല, എന്നേരം അത് അങ്ങനെ ഒരു ആംഗിളിലല്ല, നോർമലി ഇതിലാണ് ഫോട്ടോ എടുക്കുന്നത്. അത് ഇതായിട്ട് തോന്നാറില്ല എന്നാണ് നമ്മുടെ മാല പാർവതി ആക്ടേഴ്സ് പറയുന്നത്. നമുക്ക് ആള് പറയുന്നതൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് അടുത്തത് ഹണി റോസിന്റെ ഒഫീഷ്യൽ പേജിൽ പോയി വീഡിയോസ് അവിടെ പോയി കാണാം. അപ്പൊ ആള് പറയുന്നത് എന്തെങ്കിലും പറയുന്നത് ഇതായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ അതിൽ ഹണി റോസ് ഒക്കെ വലിയ വിക്ടിമാണ്. കാരണം അവരെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. അത് നമുക്ക് അത്ര വൾഗറായിട്ട് തോന്നാറില്ല. പക്ഷെ അത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവരെ പ്രത്യേക തരത്തിൽ ഷൂട്ട് ചെയ്തിടുന്നതാണ് നമുക്ക് വല്ലാതെ ഒരു അരോചകമായിട്ട് തോന്നുന്നത്. ഇത് എന്താണ് ഇവരിങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോസ് പ്രചരിപ്പിച്ച് അതിന്റെ പ്രത്യേക തരത്തിൽ ആംഗിളിൽ ഷൂട്ട് ചെയ്ത് ഒക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഒരു എത്ര വേഷം എങ്ങനെ ഇട്ടാലും അതിന്റെ എനിക്കൊക്കെ എന്താ പറയുക നിരന്തരം പിന്നെ ഏത് ആംഗിളിലാണ് ഇവർ ഫോട്ടോ വെക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ എത്ര വിചാരിച്ചാലും. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മളെവിടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സഫിക്കേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അയ്യോ എന്ത് ചെയ്യും ആൾക്കാർ. അപ്പൊ ആ തരത്തിൽ ഹണി റോസിനെ പോലെ അവരൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലെ ആക്ടേഴ്സ് ഇടുന്ന ഡ്രസ്സസ് ഒക്കെയാണ് അവര് ഇടുന്നത്. അത് ഇന്നത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെയാണല്ലോ കാര്യങ്ങൾ. കേരളത്തിൽ നടക്കുന്ന കാര്യം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഹണി റോസിന്റെ ഒഫീഷ്യൽ പേജിൽ പോയി നോക്കാം. ഹണി റോസ് ഇടുന്ന വീഡിയോസ് അതുപോലെ ആംഗിൾ ചെയ്താണോ ചെയ്യാതെയാണോ, നോർമലി ഷൂട്ട് ചെയ്താണോ ഇടുന്നത്, അത് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വൾഗർ ആകാതിരിക്കാത്ത രീതിയിലാണ് ഫോട്ടോ ഇടുന്നത്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഒന്ന് നമുക്ക് ഹണി റോസിന്റെ ഒഫീഷ്യൽ പേജിൽ പോയി നോക്കാം. അപ്പൊ ഈ മാല പാർവതി ആക്ട്രസ് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടു. ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ഇതേ സെയിം വീഡിയോസ് ആയിരുന്നു. അപ്പൊ ആളുടെ ഒഫീഷ്യൽ പേജിലും ഇതേപോലെ നമുക്ക് അതിന്റെ ആ വീഡിയോസിന്റെ ഉള്ളിൽ ഓരോ മീഡിയക്കാരും എടുത്തു കൊടുക്കുന്ന ആള് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്ന വീഡിയോസാണ് അതിൽ അയാൾ ഈ ഹണി റോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അത് അവര് അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടാണ് അത് അങ്ങോട്ട് മീഡിയക്കാർ എടുക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഹണി റോസിന്റെ അക്കൗണ്ടില് നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയയില് എല്ലാ ക്ലിപ്പിലും വരുന്ന പല പല ഫംഗ്ഷന് പോകുന്ന വീഡിയോസ് സെയിം തന്നെയാണ് ഇതിലും ആൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആൾക്ക് അതിനൊരു ഇതുണ്ടെങ്കിൽ അതില് വിഷമം ഉണ്ടെങ്കിൽ ആളത് ആ വീഡിയോസ് ഇത് അയാളുടെ അക്കൗണ്ടിൽ ഇടരുതായിരുന്നു, അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യരുതായിരുന്നു. പക്ഷെ ഇതൊക്കെ അപ്പൊ നിങ്ങൾ ഈ മാല പാർവതി പറഞ്ഞതും അതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.